പിറന്നാൾ ആഘോഷത്തിനിടെ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട ആഡംബര കാർ ഡിവൈഡറിലിടിച്ചു മറിഞ്ഞ് മലയാളി യുവതിയടക്കം 2 പേർ മരിച്ചു. കോട്ടയത്ത് കുടുംബവേരുള്ള ബാന്ദ്ര നിവാസിയായ റബേക്ക ജേക്കബ്, സുഹൃത്ത് യോഗേഷ് കിഷൻ എന്നിവരാണ് ബദ്ലാപൂരിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്ത് അങ്കദ് ഗുരുതര പരിക്കുകളോടെ താനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നലെയായിരുന്നു മരിച്ച റബേക്കയുടെ ജന്മദിനം. ബാന്ദ്ര വെസ്റ്റ് പാലി ഹിൽ റോഡ് ആംബാർ അപ്പാർട്ട്മെന്റിൽ ബാബു ജേക്കബിന്റെയും ഗേളിയുടെയും മകളാണ് റബേക്ക. സഹോദരി റേച്ചൽ. സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 11-ന് വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ആരംഭിച്ചു. ദാദർ ഓർത്തഡോക്സ് പള്ളിയിലെ മരണാനന്തര ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ശിവരി ക്രിസ്ത്യൻ സെമിത്തേരിയിൽ സംസ്കരിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിൽ ബദ്ലാപൂരിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 2:30ഓടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. മുംബൈ വഡോദര ഹൈവേയിൽ ടിറ്റ്വാല ഭാഗത്തുനിന്ന് ബദ്ലാപൂരിലേക്ക് പോകുന്നതിനിടയിലാണ് കാർ അപകടത്തിൽപ്പെടുന്നത്. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് വാഹനത്തിനുള്ളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ വാഹനം മണിക്കൂറിൽ 251 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. കയ്യിൽ ജർമ്മൻ മോഡൽ BMW കിട്ടിയതും ഒന്നും നോക്കാതെ പറപ്പിച്ചു. വണ്ടിയെ മണിക്കൂറിൽ 251 കിലോമീറ്റർ വേഗതയിൽ പായിച്ചായിരുന്നു റബേക്കയുടെ യാത്ര. ചുരുക്കം പറഞ്ഞാൽ 4 ടയറും എയറിലെന്ന് അർത്ഥം. പെട്ടെന്ന് കാറിന്റെ നിയന്ത്രണം വിട്ട് സെൻട്രൽ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡിൽ പലതവണ മറിഞ്ഞു. പൂർണ്ണമായും തകർന്ന കാറിന്റെ എഞ്ചിൻ അപകട സ്ഥലത്തുനിന്ന് 30 മീറ്റർ അകലെയാണ് തെറിച്ചു വീണത്. കാറിന്റെ സൺറൂഫ് തുറന്ന നിലയിലായിരുന്നതിനാൽ യാത്രക്കാർ 500 മീറ്ററോളം ദൂരേക്ക് തെറിച്ചു പോയതായും ശരീരഭാഗങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ശനിയാഴ്ച രാത്രി സുഹൃത്തുക്കൾ ബദ്ലാപൂർ വെസ്റ്റിൽ ഒത്തുകൂടി റബേക്കയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇവർ സുഹൃത്തായ അങ്കത്തിന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള BMW കൺവെർട്ടബിൾ ആഡംബര കാറിൽ യാത്ര തിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ലാത്തതും നിർമ്മാണം പുരോഗമിക്കുന്നതുമായ എക്സ്പ്രസ് വേയുടെ ഭാഗത്താണ് ഇവർ വാഹനമോടിച്ചത്. 10 വരി പാതയായതിനാൽ കാർ പരമാവധി വേഗതയിൽ ഓടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിവേഗത്തിൽ പാഞ്ഞ കാർ റോഡിലെ സിമന്റ് ബാരിക്കേഡുകളോ ഡിവൈഡറോ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടമായത്. അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് അങ്കദ് ആണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഹൈവേയിലൂടെ നടക്കാനിറങ്ങിയപ്പോൾ ഈ കാർ അമിത വേഗത്തിൽ 2 തവണ തങ്ങളെ കടന്നുപോയതായി ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകി. 3ാമത്തെ റൗണ്ടിൽ വലിയൊരു ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. ഈ സമയം കാർ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നുവെന്ന് അവർ പറയുന്നു. സംഭവത്തിൽ ബദ്ലാപൂർ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.